ഇത് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ അച്ചാറിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രം മതിയാവും നമുക്ക് ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമാവും. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ അച്ചാർ തയ്യാറാക്കാനായി നല്ല മൂത്ത് വിളഞ്ഞ മാങ്ങ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. മാത്രമല്ല അത്യാവശ്യം നല്ല ഉള്ളുകട്ടിയുമുള്ള മാങ്ങയായിരിക്കണം. മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം മാങ്ങ നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം അതിൻ്റെ പുറത്തെ വെള്ളമയമെല്ലാം തുടച്ചു മാറ്റണം. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെയും വീടുകളിൽ ഒരുപാട് മാങ്ങയുണ്ടാവും. ഇങ്ങനെ ആക്കി വെച്ചാൽ വർഷങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. പുറത്തു പോകുന്നവർക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇങ്ങനെ മുറിച്ചെടുത്ത ശേഷം നീളത്തിലുള്ള കഷ്ണങ്ങളായി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ 2 കിലോ മാങ്ങ വെച്ചാണ് ഞാനിവിടെ അച്ചാർ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. മാങ്ങ മുഴുവനായും ഇതുപോലെ അരിഞ്ഞെടുത്ത ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കുക. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് 1-2 പരന്ന പാത്രത്തിലാക്കി ഒന്നൊന്നിൽ തൊടാതെ നിരത്തിയിട്ട് കൊടുക്കുക. ഇനി ഈ മാങ്ങ 1-2 മണിക്കൂറൊന്ന് നല്ല വെയിലത്തൊന്ന് വെച്ച് കൊടുക്കണം. ഒരുപാട് ഉണക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം ജസ്റ്റ് ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഈ മാങ്ങ നല്ലെണ്ണയിൽ വറുത്താണ് നമ്മൾ അച്ചാറിടുന്നത്. ഇങ്ങനെയൊന്ന് വെയിൽ കൊള്ളിച്ചെടുത്താൽ എണ്ണയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ നല്ല വെയിലത്ത് 2 മണിക്കൂർ വെച്ച ശേഷം എടുത്ത മാങ്ങയാണിത്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തതുപോലെ മുകളിലത്തെ വെള്ളമയമെല്ലാം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ മാങ്ങ നല്ലെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് എരിവില്ലാത്ത കാശ്മീരി മുളക് അതിൻ്റെ ഞെടുപ്പ് മാറ്റിയ ശേഷം ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. ഞാനൊരു 20 മുളക് വരെ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മുളക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. നമ്മൾ സാധാരണ അച്ചാറിടുന്നത് പോലെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ആവശ്യമില്ല. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ മുളക് വറുത്ത് പൊടിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ടും ഇങ്ങനെ എണ്ണയിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്തും ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ നല്ലെണ്ണയിൽ വറുത്ത് തരിതരിയായി പൊടിച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. മുളക് മൂത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ആ എണ്ണയിലേക്ക് 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. മുളക് മൂക്കാറാവുന്ന സമയം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തും വറുത്തെടുക്കാം. ഇത് ശരിക്കും ഒരു പഴയകാല വിഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കായവും ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലുള്ള 2 പീസ് കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത്. കട്ടക്കായം ആയതുകൊണ്ടാണ് എണ്ണയിൽ ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കുന്നത്. കായവും മൂത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇതിൻ്റെ എല്ലാം ചൂട് മാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ഇതിനിയും ചൂട് മാറാനായി മാറ്റിവെക്കാം. ഇനിയും ഈ എണ്ണയിലേക്ക് നമ്മൾ 2 മണിക്കൂർ വെയിൽ കൊള്ളിച്ച ശേഷം മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ചായി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. നമ്മൾ ഈ മാങ്ങയിൽ ഉപ്പൊന്നും ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത്. ഉപ്പ് നമ്മൾ പിന്നീട് ചേർക്കത്തേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. നമ്മൾ മുഴുവൻ മാങ്ങയും കൂടെ ഒരുമിച്ചെടുത്ത് വറുത്തെടുക്കാൻ നോക്കിയാൽ നല്ലെണ്ണ ഒരുപാട് വേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ കുറച്ചായി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. നമ്മൾ സാധാരണ കായൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒരു കിലുങ്ങണ സൗണ്ട് കേൾക്കുമല്ലോ. ഇത് വറുത്തെടുക്കുമ്പോൾ അത്രയും സൗണ്ടൊന്നും കിട്ടില്ല. എന്നാലും ഒരു ചെറുതായി ഒരു സൗണ്ട് വരും. അതാണ് ഇതിൻ്റെ പരുവം. ഏകദേശം ഒരു ചുമന്ന കളറാവും. ആ ഒരു സമയമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. നമ്മൾ പൊട്ടറ്റോ ഒക്കെ വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുക്കണം. മാങ്ങ ഇങ്ങനെ നല്ലെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഏതച്ചാറിനും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. ഇതിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കിലുങ്ങുന്ന ടൈം ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. എണ്ണ മുഴുവനായി മാറ്റിയ ശേഷം വേണം കോരിയെടുക്കാൻ. ഉപ്പൊന്നും പുരട്ടാതെയാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. ഒരേ കനത്തിലൊക്കെ അരിഞ്ഞെടുത്താൽ നമുക്ക് ഒരുപോലെ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ബാലൻസ് ഉള്ള മാങ്ങയും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ഇപ്പോൾ മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലോ, വിലക്കുറവുമാണ്. ഈ ഒരു സമയം വേണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. എല്ലാ അച്ചാറുകളിലും നമ്മൾ വിനാഗിരി ചേർക്കാറുണ്ട്. എന്നാൽ ഈ ഒരു അച്ചാറിൽ ഒട്ടും വിനാഗിരി ചേർക്കാതെ തന്നെ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണിത്.
നമ്മൾ ഈ അച്ചാറിന് വേണ്ടി മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പുളിയുള്ള നല്ല വിളഞ്ഞ മാങ്ങ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ മാങ്ങ മുഴുവനായും വറുത്ത് വെച്ചു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായ ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടിച്ചെടുക്കണം. കട്ടക്കായം ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതുപോലുള്ള കല്ലിലോ മറ്റോ വെച്ച് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ മൂർച്ച പോവും. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വത്തൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണയാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഒരു കാരണം. വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഇതുണ്ടാക്കരുത്. ഏത് അച്ചാറിനും നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല സെറ്റായി കിട്ടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന കായവും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കരുത്. ഇങ്ങനെ ചെറിയൊരു തരിതരിപ്പോടു കൂടി പൊടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളെല്ലാം വറുത്ത ശേഷം ബാലൻസ് വന്ന എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കുക. ഈ എണ്ണ കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഇനി എണ്ണമയമുള്ള ഈ പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. സ്റ്റൗ ഓണാക്കാതാണ് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്താം. നമ്മൾ ഇതിൽ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചച്ചോ എന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചൂടാക്കിയെടുക്കാവൂ. ഇതിൻ്റെ എല്ലാം പച്ചച്ചോ എന്ന് മാറിയ ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണയിൽ വറുത്തെടുത്ത എരിവില്ലാത്ത മുളകും കായവും കറിവേപ്പിലയും എല്ലാം കൂടി പൊടിച്ചെടുത്തതാണിത്. ഇത് നമ്മൾ നേരത്തെ വറുത്തെടുത്തതായതുകൊണ്ട് ഒരുപാട് സമയം ഇളക്കി കൊടുക്കണ്ട. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മൾ നല്ലെണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന മാങ്ങയാണിത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൽ ചേർത്ത പൊടികളെല്ലാം മാങ്ങയുടെ എല്ലാ സൈഡിലും എത്തത്തക്കതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ മാങ്ങയ്ക്കകത്ത് ഉപ്പില്ലാതാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതും കൂടെ കൂട്ടി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ഉപ്പും എരിവും എല്ലാം ചേർത്ത് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് 4-5 മിനിറ്റ് നേരം വളരെ സാവധാനം ഇളക്കി കൊടുക്കണം. വളരെ ക്ഷമയോട് മാത്രമേ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റൂ. ഇതിൽ അച്ചാർ പൊടിയോ വിനാഗിറോ ഒന്നും ചേർക്കുന്നില്ല. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാൻ. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ മാറ്റി വെച്ചിരിക്കുന്ന നല്ലെണ്ണയിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ എണ്ണ ചേർക്കുമ്പോൾ മാങ്ങയിലേക്ക് ഈ പൊടികളെല്ലാം നല്ലതുപോലെ പിടിച്ചു കിട്ടും. ഇത് മറ്റ് അച്ചാറുകൾ പോലെ ഒരുപാട് ലൂസായിട്ടല്ല ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ അച്ചാറിനുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വളരെ സാവധാനം വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ എണ്ണമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒട്ടും വിനാഗിരി ഒന്നും ചേർക്കാത്ത, മാത്രമല്ല കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെ വളരെ കുറച്ച് ഐറ്റംസ് വെച്ച് മാത്രമാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അതുകൊണ്ട് മാങ്ങ കൂടുതലുള്ള സമയം കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെക്കുക. മറ്റുള്ള അച്ചാർ പോലെ ഇത് ലൂസായിട്ടല്ല ഇരിക്കുന്നത്, നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. പനിയുള്ള സമയത്തും വായ്ക്ക് ടേസ്റ്റ് ഇല്ലാത്ത സമയത്തുമൊക്കെ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കഞ്ഞി കുടിക്കാൻ. നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉപ്പും എരിവും ഒക്കെ കൂടുതലായി ചേർക്കേണ്ടി വരും. പുളി കുറഞ്ഞ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അളവുകളിൽ വ്യത്യാസം വരും. ഇത് കാണാനും നല്ലതാണ്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലൊക്കെയുള്ള ഗ്ലാസ് ബോട്ടിലുകളിൽ സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതലൊക്കെ അച്ചാറുള്ളപ്പോൾ 2-3 കുപ്പികളിലായി ഇട്ട് വെക്കുക. ഒന്നിലെ തീർന്നതിന് ശേഷം മാത്രം അടുത്ത കുപ്പി തുറക്കുക. ഒരു വലിയ കുപ്പിയിൽ മാത്രമായിട്ട് ഇട്ട് വെക്കരുത്.
ഈ അച്ചാറിൻ്റെ പ്രത്യേകത ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുക്കരുത്. മിനിമം ഒരു 2 ആഴ്ച വരെ വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കുമ്പോഴാണ് ടേസ്റ്റി ആവുന്നത്. ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. യാതൊരു കെമിക്കലും ചേർക്കാതെ ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കഴിക്കാം. കുപ്പിയുടെ വക്കിലുള്ള അച്ചാറൊക്കെ ഒരു ടിഷ്യൂ കൊണ്ടോ മറ്റോ തുടച്ചു മാറ്റിയതിന് ശേഷം വേണം അടച്ചു കൊടുക്കാൻ. ഇതേ രീതിയിൽ തയ്യാറാക്കി വെച്ചാൽ ഒട്ടും തന്നെ കേടാകാതെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. ഇത് മിനിമം ഒരു 2 ആഴ്ച വരെ മൂടി തുറക്കാതെ വെച്ച് ഉപയോഗിക്കുക. നല്ലെണ്ണ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഒരുപാട് വർഷം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. പുറത്തൊക്കെ പോകുന്നവർക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി അച്ചാറാണിത്. നമ്മൾ അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ ഒട്ടും വെള്ളമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാ കടകളിലും കിട്ടില്ല. പലർക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻ അറിയാത്തത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയുള്ളവർ ആദ്യം ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കുക. അത് സക്സസ് ആയാൽ കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ അച്ചാർ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.